ഹലോ, എൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നട്ടിരിക്കുന്ന പച്ചക്കറിയിൽ നിന്ന് അത് വിളവെടുക്കുകയും വേണം, അത് വെച്ചിട്ടൊരു കറിയും കൂടെ ചെയ്യണം. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം നമുക്ക് അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, ഇതാണ് നമ്മുടെ നിത്യവഴുതനങ്ങ കേട്ടോ. കണ്ടോ, ഇവിടെയൊക്കെ നിപ്പുണ്ട്. അപ്പം ഇത് നമുക്ക് പറിച്ചെടുക്കണം. ഇവിടെയൊക്കെ നിപ്പുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ അത്യാവശ്യം നിപ്പുണ്ട്, അതൊക്കെ പറിച്ചെടുക്കണം. കണ്ടോ, എനിക്ക് ഒരുപാടൊന്നും കിട്ടിയില്ലെങ്കിലും ഏകദേശം 2 പേർക്ക് കഴിക്കാനുള്ളത് ആവശ്യത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് കഴുകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഒരുപാടൊന്നും കിട്ടിയില്ലെങ്കിലും ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു നമ്മുടെ മുല്ലമൊട്ട് പോലെയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. കണ്ടോ, നല്ലൊരു ഭംഗിയുള്ളൊരു പച്ചക്കറിയാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട്, ഇതിലൊരു ചെറിയൊരു കറയുണ്ട് ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി അരിഞ്ഞെടുക്കാം. ഒരു പകുതി സവാള, ഇതിൻ്റെ ഒരു പകുതി സവാള വേണം, ചെറിയൊരു വെളുത്തുള്ളി, ചെറിയൊരു പച്ചമുളക് കൂടെ വേണം. ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അരിഞ്ഞ് വഴറ്റിയെടുത്താൽ നമ്മുടെ മെഴുക്ക് പുരട്ടി തയ്യാർ. അപ്പം ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെ അരിയണമെന്ന് എനിക്ക് വലിയ വാക്കൊന്നുമില്ല. അപ്പം എനിക്ക് തോന്നിയതുപോലെയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മെഴുക്ക് പുരട്ടിക്ക് ഏത് രീതിയിൽ അരിയുമെന്നൊന്നും അറിയത്തില്ല, എന്നാലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അതിനിടയ്ക്ക് കണ്ട ഒരാൾ വന്നിരിക്കുന്നത്, ഇവൻ്റെ പേരാണ് കല്ലു. ഞങ്ങൾ ചെറുതിലേ എടുത്ത് വളർത്തുന്ന ഒരു പൂച്ചയാണ് കേട്ടോ. അപ്പം ഇവൻ്റെ കൂട്ടുകാരിയെന്നോ ഭാര്യയെന്നോ ഒക്കെ പറയാൻ പറ്റിയ ഒരാളാണ് ദാ ഈ ഇരിക്കുന്നത്. ഇവർ രണ്ടുപേരാണ് ഭയങ്കര കൂട്ട് കേട്ടോ. എപ്പോഴും ഇവിടെ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഇവളിപ്പം പ്രസവിച്ച് കിടക്കുവാണ് കേട്ടോ. 3. അപ്പോൾ പാകമായിട്ടുണ്ട് കേട്ടോ. ഞാനത് കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറവായതുകൊണ്ടാണ് ഈ കളർ കേട്ടോ. ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.